പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിക്കുകയും 10 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് കുട്ടികളുടെ കോടാലി കടമ്പോടുള്ള വീട്ടുപരിസരം ശുചീകരിച്ച് തീയിട്ടു. കുട്ടികൾക്ക് പാമ്പുകടിയേറ്റ് വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്നാണ് വനം വകുപ്പിന്റെ നടപടി. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനം വകുപ്പ് ജീവനക്കാർ ചേർന്നാണ് വീടും പരിസരവും വൃത്തിയാക്കിയത്. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീടും പരിസരവും പരിശോധന നടത്തിയ ശേഷമാണ് വനപാലകർ ശുചീകരണവും തീയിടലും നടത്തി സുരക്ഷിതമാക്കിയത്. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത് രാജിന്റെ മേൽനോട്ടത്തിലാണ് വീട്ടുപരിസരം വൃത്തിയാക്കിയത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് സ്ഥലം സന്ദർശിച്ച ശേഷമാണ് നടപടി. വൈകിട്ട് ചാലക്കുടി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും കടമ്പോട് കാവുങ്ങൽ സിൽജോയുടെ വീട്ടിലെത്തി. തഹസിൽദാർ B ശ്രീജ, ഭൂരേഖ തഹസിൽദാർ സിന്ധുകുമാരി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PD ഷാജു, ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത്.